29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനമായ ഇന്ന് 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹൻ സംവിധാനം ചെയ്ത രചന, ഉത്പലേന്ദു ചക്രബർത്തി സംവിധാനം ചെയ്ത ചോക്ക്, സെന്റനിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവയാണ് ഇന്നത്തെ ശ്രദ്ധേയ ചിത്രങ്ങൾ. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഇപ്പോൾ തിരുവനന്തപുരത്തിനൊരു ഉത്സവ ലഹരിയാണ്. കാരണം IFFK എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്. കാരണം അവിടേക്ക് എത്തുമ്പോൾ എല്ലാവരും സിനിമ കാണുക എന്നതിലുപരി കൂട്ടുകൂടുക, സൗഹൃദം സ്ഥാപിക്കുക, അങ്ങനെ വളരെ വിപുലമായ സാംസ്കാരിക പരിപാടികളെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇരിക്കുക എന്നൊരു ഉദ്ദേശം കൂടി IFFK ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ദേവിക, ഇന്ന് രാവിലെയായി തന്നെ ഈ ടാഗോർ തിയേറ്ററിന്റെ പരിസരം വളരെ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഉണർന്നിരിക്കുന്നത്. ഇന്ന് 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹൻ സംവിധാനം ചെയ്ത രചന, ഉത്പലേന്ദു ചക്രബർത്തി സംവിധാനം ചെയ്ത ചോക്ക്, സെന്റനിയൽ ട്രിബ്യൂട്ട്, അതായത് സെന്റനിയൽ ട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പഴയകാല സിനിമ, ആ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം തുടങ്ങിയ സിനിമകളാണ് അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്റർ, നിള, കൈരളി, ശ്രീ, അതോടൊപ്പം തന്നെ കലാഭവൻ, ന്യൂ, കനകക്കുന്ന് തുടങ്ങിയ വേദികളിലായിട്ടാണ് സ്ക്രീനിങ്ങുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാള വിഭാഗത്തിൽ നിന്നും ഇന്ന് ഇന്റർനാഷണൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചലച്ചിത്ര എൻട്രിയിലേക്ക് അപ്പുറം എന്ന് പറയുന്ന സിനിമയും, ഇന്ദു ലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന സിനിമയും അന്താരാഷ്ട്ര മത്സര ഇനത്തിൽ ഇന്ന് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ, ഏതാണ്ട് 67 സിനിമകളോളമാണ് ഇന്ന് സ്ക്രീനിങ് നടക്കുന്നതോടൊപ്പം തന്നെ മലയാള വിഭാഗത്തിൽ നിന്നും കിഷ്കിന്ധ കാണ്ഡവും ഇന്ന് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. കിഷ്കിന്ധ കാണ്ഡം വൈകുന്നേരം 6 മണിക്ക് ന്യൂ തിയേറ്ററിലാണ് ഫസ്റ്റ് സ്ക്രീനിങ് നടക്കുന്നത്, അല്ലെങ്കിൽ ആദ്യ സ്ക്രീനിങ് നടക്കുന്നത്. മലയാളത്തിൽ നിന്നുമുള്ള 2 സിനിമകളാണ് ഇന്ന് പ്രധാനമായിട്ടും മത്സര ഇനത്തിലേക്ക് ഉള്ളത്. ഒന്ന് അന്താരാഷ്ട്ര മത്സര ഇനത്തിലുള്ള അപ്പുറവും, അതോടൊപ്പം തന്നെ കിഷ്കിന്ധ കാണ്ഡവും. കൂടാതെ സെന്റനിയൽ മത്സര വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്ന സിനിമയും ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് മുതലാണ് ഓപ്പൺ ടോക്ക് ഒക്കെ ഉള്ളത്. കാരണം പ്രധാനപ്പെട്ട സംവിധായകന്മാരുമായിട്ടൊക്കെ ഇവിടെ എത്തുന്ന പ്രേക്ഷകർക്ക് സംസാരിക്കാനുള്ള വേദികളൊക്കെ ഇന്ന് ടാഗോർ തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സിനിമാ ആഘോഷങ്ങളാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ദേവിക. ശരി.